നമസ്കാരം. കോൺഗ്രസ് പാർട്ടിക്കെതിരെ രൂക്ഷ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അസമിന്റെ മുഖ്യമന്ത്രിയായ ഹിമന്ത ബിശ്വ ശർമ്മ. 2026 ആകുമ്പോഴേക്കും ഒരു ഹിന്ദു പോലും കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടാവില്ല. മാത്രമല്ല 2032 ആകുമ്പോഴേക്കും മുസ്ലിങ്ങൾ കോൺഗ്രസ് പാർട്ടി വിടും എന്നുകൂടി അദ്ദേഹം പ്രസ്താവിച്ചിട്ടുണ്ട്. ഗുവാഹട്ടിയിലെ സംസ്ഥാന BJP ആസ്ഥാനം സന്ദർശിച്ച് തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്തിയ ശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കവെയാണ് ഹിമന്ത ബിശ്വ ശർമ്മയുടെ ഭാഗത്തു നിന്നും സുപ്രധാന പരാമർശമുണ്ടായി. രാഷ്ട്രീയ പാർട്ടികൾ എന്നും നിലകൊള്ളേണ്ടത് ജനങ്ങൾക്കൊപ്പമാണ്. അവരുടെ അനുഗ്രഹമാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ആവശ്യമുള്ളത്. നിരവധി കോൺഗ്രസ് നേതാക്കൾ ഇനിയും BJP പാളയത്തിലേക്ക് എത്താനുണ്ട്. സംസ്ഥാനത്തെ മുസ്ലിം സമൂഹത്തിന് പുരോഗതി ഉണ്ടാക്കാനാണ് താൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തെ നിരവധി മുസ്ലിം വിഭാഗങ്ങളുടെ പിന്തുണ തനിക്ക് ഉണ്ട് താനും എന്നും ഹിമന്ത ബിശ്വ ശർമ്മ പറയുന്നുണ്ട്. ജോർഹട്ട് പാർലമെന്റ് മണ്ഡലത്തിൽ BJP തീർച്ചയായും വിജയിക്കും. തനിക്കെതിരെ വ്യാജ പ്രചരണങ്ങൾ നടത്താൻ ഒരു വിഭാഗം ആളുകൾ ശ്രമിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായ ഗൗരവ് ഗൊഗോയ് BJPയിൽ ചേർന്നത്? വിജയ സാധ്യതയില്ല എന്ന് അവർക്ക് തന്നെ ഉറപ്പുണ്ട്. സംസ്ഥാനത്തെ 126 നിയമസഭാ മണ്ഡലങ്ങളിൽ 105 ഇടങ്ങളിലും BJP വിജയിക്കുമെന്നും അദ്ദേഹം പറയുന്നു. സർക്കാർ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുന്ന ജനങ്ങൾ BJPയെ തന്നെ തുടരാൻ അനുവദിക്കുമെന്ന ആത്മവിശ്വാസം കൂടി ഹിമന്ത ബിശ്വ ശർമ്മ പങ്കുവച്ചിട്ടുണ്ട്. എന്തായാലും മുൻ കോൺഗ്രസുകാരൻ തന്നെ കോൺഗ്രസ് പാർട്ടിയെ കുറിച്ച് നടത്തിയ പരാമർശം വലിയ തോതിൽ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.